എല്ലാവർക്കും നമസ്കാരം. ചെസ് മലയാളം.കോമിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ചെക്ക്മേറ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നല്ല വീഡിയോ ആണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക്. കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അറ്റാക്കിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ആ ചെക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചെക്ക്മേറ്റ് എന്ന് പറയുന്നു. അവിടെയാണ് കളി ചെക്ക് വയ്ക്കുന്ന ആൾ വിജയിച്ചതായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അറ്റാക്കിനെ ചെക്ക് എന്ന് പറയുന്നു. ആ ചെക്ക് ഒഴിവാക്കാനായിട്ട് പറ്റാതിരിക്കുമ്പോൾ അതിനെയാണ് ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ചെക്ക് ഒഴിവാക്കാനായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ സാധിക്കും, എന്തൊക്കെ വഴികളാണുള്ളത്? അത് പ്രധാനമായും 3 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യൂണ് ഈ ഒരു സ്ക്വയറിലേക്ക് വെച്ചിട്ട് ചെക്ക് കൊടുക്കുകയാണ്. അതിൽ ആദ്യത്തേത് രണ്ടാമത്തേത് അങ്ങനെ പ്രിഫറൻസ് ഒന്നുമില്ല, പക്ഷേ 3 വഴികളിൽ ഓരോന്നായിട്ട് നമുക്ക് പറയാം. അതിലാദ്യം തന്നെ ഏത് പീസ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ചെക്ക് കൊടുക്കുന്നത് ആ പീസിനെ എതിരാളിക്ക് വെട്ടിയെടുത്തുകൊണ്ട് ആ ചെക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അവരുടെ ഒരു പോണ് ഈ ഒരു സ്ക്വയറിലുണ്ടെങ്കിൽ ആ പോണിൻ്റെ കൺട്രോളുള്ള സ്ക്വയറിലാണല്ലോ ക്യൂണ് വന്ന് നിൽക്കുന്നത്, അവിടെ നിന്നാണല്ലോ ചെക്ക് പറയുന്നത്. അപ്പോൾ ആ പോണിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ക്യൂണിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ആ ചെക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ രീതി, കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്യൂണ് ഈ ഒരു സ്ക്വയറിൽ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതായത് ആ സ്ക്വയറിൽ വെച്ചൊരു ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റിൻ്റെ പീസായിട്ടുള്ള ഈ ഒരു നൈറ്റിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ആ ചെക്കിനെ ഒഴിവാക്കാനായിട്ട് വൈറ്റിന് സാധിക്കും. ആ ഒരു ഫയലിലുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് വൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു പീസിനെ വെച്ച് മറയ്ക്കുക എന്ന് പറയുന്നൊരു രീതിയാണ്. അത് ഫയൽ മാത്രമല്ല, ഡയഗണലിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മറയ്ക്കാനായിട്ട് സാധിക്കും. അതിനൊരു ഉദാഹരണമാണ്, ക്യൂണ് ഈ ഒരു സ്ക്വയറിലേക്ക് വെച്ചിട്ട് ഒരു ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡയഗണലിലാണ് ആ ഒരു ചെക്ക് നിലവിലുള്ളത്. ആ ഡയഗണലിലെ ഏതെങ്കിലും സ്ക്വയറിലേക്ക് ഏതെങ്കിലും ഒരു പീസിനെ കളിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ചെക്ക് ഒഴിവായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ബിഷപ്പിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ആ ചെക്ക് ഒഴിവായിരിക്കുകയാണ്. ഇവിടെ റൂക്ക് ഉപയോഗിച്ച് ഈ ഒരു സ്ക്വയറിൽ കിങ്ങിന് അഗെയിൻസ്റ്റ് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ആ ചെക്കിനെ മറയ്ക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പീസ് ഉണ്ടോ എന്ന് നോക്കിയേ. ഈ ഒരു പോണിനെ സിംഗിൾ പുഷ് ചെയ്തുകൊണ്ട് ആ ചെക്കിനെ മറയ്ക്കാനായിട്ട് സാധിക്കും. റൂക്ക് ഫയലിലാണ് ചെക്ക് വിളിച്ചിരിക്കുന്നത്. അവിടെ പോൺ ഉപയോഗിച്ച് ആ ഫയലിലുള്ള ഒരു സ്ക്വയറിനെ മറച്ചുകൊണ്ട് ആ ചെക്കിനെ ഒഴിവാക്കിയിരിക്കുകയാണ് വൈറ്റ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതി, ഏത് സ്ക്വയറിലാണോ കിങ് നിൽക്കുന്നത് ആ സ്ക്വയറിൽ നിന്നും
ചെക്കില്ലാത്ത വേറൊരു സ്ക്വയറിലേക്ക് മാറുക, കിങ്ങിനെ ഒന്ന് മാറ്റുക എന്ന് പറയുന്നൊരു രീതിയാണ്. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്ക്വയറിൽ ഒരു ചെക്ക് കൊടുക്കുകയാണ്. നൈറ്റ് എന്ന് പറയുന്നത് ഫയലോ ഡയഗണലോ കീപ്പ് ചെയ്യുന്ന ഒരു പീസല്ല, ജമ്പ് ചെയ്ത് പോകാൻ സാധിക്കുന്നൊരു പീസാണ്. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന സ്ക്വയറിലേക്ക് ജമ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ അവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ജമ്പ് ചെയ്ത് പോകുന്നതായത് കൊണ്ട് അതിനിടയിൽ ഏതെങ്കിലും പീസ് കയറ്റി വെച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെ കിങ്ങിന് ആ സ്ക്വയറിൽ നിന്ന്, കിങ് നിൽക്കുന്ന സ്ക്വയറിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ചെക്കിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ മാറി നിൽക്കുക. ഓക്കെ, അപ്പോൾ നൈറ്റിൻ്റെ ചെക്കിന് മാത്രമല്ല മാറി നിൽക്കുന്നത്, ഏത് പീസിൻ്റെ ചെക്കിന് വേണമെങ്കിലും ആ സാഹചര്യത്തിൽ മാറി നിൽക്കലാണ് ഉചിതമെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മൾ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇരിക്കുന്ന പൊസിഷനിൽ നമുക്കൊരു ഡിസ്കവേർഡ് ചെക്ക് പരിചയപ്പെടാം. എന്താണ് ഡിസ്കവേർഡ് ചെക്ക്? അതായത് റൂക്കും കിങ്ങും ഇരിക്കുന്ന ഈ ഒരു ഫയലിൽ ഇടയിലുള്ള ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഈ ഒരു റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആവുകയും അത് ഒരു ഓപ്പൺ ചെക്ക് ആവുകയും അതിനെ നമ്മൾ ഡിസ്കവേർഡ് ചെക്ക് എന്ന് വിളിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് മാറ്റി നമുക്ക് റൂക്ക് ഉപയോഗിച്ചൊരു ചെക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കളിച്ച പീസ് ബിഷപ്പാണ്, പക്ഷേ ചെക്ക് റൂക്കിൻ്റെയാണ്. അതാണ് ഡിസ്കവേർഡ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഡബിൾ ചെക്ക് പരിചയപ്പെടാം. ഡബിൾ ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. ഒറ്റ മൂവിൽ തന്നെ രണ്ട് പീസുകളുടെ ചെക്ക് കൊടുക്കുകയാണ്. ഇപ്പം നിലവിൽ ചെക്കൊന്നുമില്ല. ഈ നൈറ്റിനെ നമ്മൾ ഈ ഒരു വൈറ്റ് സ്ക്വയറിലേക്ക് കളിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഡബിൾ ചെക്ക് എന്ന് വിളിക്കും. അതായത് റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയതുകൊണ്ട് റൂക്ക് കൊണ്ടുള്ളൊരു ചെക്കുണ്ട്, അതുപോലെ തന്നെ ഈ നൈറ്റിൻ്റെയും ഒരു ചെക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഡബിൾ ചെക്ക് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഇരിക്കുന്ന പൊസിഷൻ നോക്കിയേ. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫോർക്കിംഗ് ചെക്കാണ്. എന്താണ് ഫോർക്കിംഗ് ചെക്ക്? അതായത് ഒരു പീസ് ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു പീസിനെയും കൂടി അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കളിക്കുന്ന ചെക്കിനെയാണ് ഫോർക്കിംഗ് ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പം നിലവിലിരിക്കുന്ന പൊസിഷനിൽ ബ്ലാക്കിൻ്റെ മൂവാണ് എന്നുണ്ടെങ്കിൽ ഈ നൈറ്റിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കിങ് ചെക്കിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ഉണ്ടല്ലോ, ആ മൂവ് അവർ നടത്തുമ്പോൾ നമുക്ക് ഈ നൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്യൂണിനെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർക്കിംഗ് ചെക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കുന്ന ഒരു പൊസിഷൻ നോക്കിയേ. ഈ ഇരിക്കുന്ന ഈ സെയിം പൊസിഷനിൽ നമ്മൾ ഈ നൈറ്റിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ടൊരു ചെക്ക് കൊടുക്കുകയാണ്. ഇവിടെ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത ഈ ഒരു ഓപ്പൺ ചെക്കിനെ നമുക്ക് ഡിസ്കവേർഡ് ചെക്ക് എന്ന് വിളിക്കാം. കാര്യം റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് എന്ന് വിളിക്കാം. നൈറ്റും കൂടി അറ്റ് എ ടൈം ഒരു ചെക്കിലേക്ക് ഒരു ചെക്ക് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നൈറ്റും കൂടി വന്നിരിക്കുകയാണ്. അതായത് കിങ്ങിനെ ത്രട്ടൺ ചെയ്യുന്നത് റൂക്ക് മാത്രമല്ല, ഇപ്പോൾ നൈറ്റും കൂടി കിങ്ങിന് അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡബിൾ ചെക്ക് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസ്കവേർഡ് ചെക്കാണ്, ഡബിൾ ചെക്കാണ്, അതോടൊപ്പം തന്നെ ഒരു ഫോർക്കിംഗ് ചെക്കും കൂടിയാണ്. ക്യൂണിന് അഗെയിൻസ്റ്റ് ആയിട്ടും കൂടി ഒരു അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ പേരിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ചെക്കിനെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പൊസിഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെക്കിൻ്റെ പേര് പെർപെച്വൽ ചെക്ക് എന്നാണ്. അതായത് തുടർച്ചയായിട്ട് ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മൂവിലും ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നോക്കിക്കേ, ഈ ഒരു ക്യൂണിനെ ഇവിടെ വെച്ചൊരു ചെക്ക് കൊടുക്കുന്നു. കിങ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് വൈറ്റിൻ്റെ പീസുകളൊന്നുമില്ല, അതുപോലെ തന്നെ ക്യൂണിനെ വെട്ടാനും സാധിക്കില്ല. കിങ് ഈ ഒരു ബ്ലാക്ക് സ്ക്വയറിലേക്ക് മാറി അല്ലെങ്കിൽ ഡാർക്ക് സ്ക്വയറിലേക്ക് മാറിയിരിക്കുകയാണ്. ക്യൂണ് വീണ്ടും ഈ ഒരു ഡയഗണലിലൊരു ചെക്ക് കൊടുക്കുകയാണ്. കിങ് ഇങ്ങോട്ടേക്ക് മാറുന്നു. ക്യൂൺ ഇവിടെ ഈ വൈറ്റ് സ്ക്വയറിലൊരു ചെക്ക് കൊടുക്കുകയാണ്. കിങ് ഇങ്ങോട്ടേക്ക് മാറുന്നു. ക്യൂണ് ദേ ഈ ഒരു വൈറ്റ് സ്ക്വയറിലേക്ക് അടുത്ത ചെക്ക് കൊടുക്കുകയാണ്. കിങ് ഇങ്ങോട്ടേക്ക് മാറുന്നു. അപ്പോൾ കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനാണ് പെർപെച്വൽ ചെക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ചെസ്സിൽ പിന്നിങ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പിന്നിങ്? എങ്ങനെയാണ് പിൻ ചെയ്യേണ്ടത്? പിൻ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ വൈറ്റിന്
ഒരു ക്യൂണ് 2 പോൺസ്, അതുപോലെ തന്നെ ബ്ലാക്കിന് 2 പോൺസ് റൂക്ക് ബിഷപ്പ്. പോയിൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 പോയിൻ്റാണ് വൈറ്റിനുള്ളത്, 10 പോയിൻ്റാണ് ബ്ലാക്കിനുള്ളത്. ഇവിടെ ബ്ലാക്ക് ഈ ബിഷപ്പിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂൺ അറ്റാക്കാണ്. ഈ ക്യൂണിനെ മാറ്റാനായിട്ട് ആർക്ക് സാധിക്കില്ല? വൈറ്റിന് സാധിക്കില്ല. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡയഗണൽ ഓപ്പണായി ചെക്ക് ബിഷപ്പ് കൊണ്ട് കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ക്യൂണിനെ മാറ്റാനായിട്ട് വൈറ്റിന് സാധിക്കില്ല. വേണമെങ്കിൽ അവർക്ക് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് ഗാർഡ് ചെയ്ത് ക്യൂണിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് വലിയ പീസായിട്ടുള്ള ക്യൂണിനെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മൾ പിന്നിങ് എന്ന് പറയുന്നത്, പിൻ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഈ പിന്നിങ് നമുക്ക് പല പീസുകൾ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഈ ബ്ലാക്കിലിരിക്കുന്ന ഈ ഡാർക്ക് സ്ക്വയറിലിരിക്കുന്ന റൂക്കിനെ ഈ ഒരു കോർണർ സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ക്യൂണിനെ പിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ആ ക്യൂണിനെ മാറ്റാനായിട്ട് ആർക്ക് സാധിക്കില്ല? വൈറ്റിന് സാധിക്കില്ല. നെക്സ്റ്റ് മൂവിൽ നമുക്ക് ക്യൂണിനെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായി? ഇതാണ് പിന്നിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്യൂവർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. എന്താണ് സ്ക്യൂവർ? സ്ക്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നിങ് ഇപ്പോൾ പഠിച്ചു, അതുപോലെ തന്നെ അതേ ലൈനിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു റൂക്കിനെ ഈ ഒരു A8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ഇവിടെ ചെക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ക്യൂണിനെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂവർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറൊരു പീസിൽ നോക്കാം. ഈ പൊസിഷൻ നോക്കിയേ. ഇവിടെ നമുക്ക് ബ്ലാക്കിൻ്റെ മൂവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബിഷപ്പിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിച്ചുകൊണ്ട് ഒരു ചെക്ക് കൊടുക്കാം. ഈ കിങ് ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് ചെക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്യൂണിനെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂവർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ചെക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. വളരെ പെട്ടെന്ന് ഒരു ഗെയിം ചെക്ക്മേറ്റിലേക്ക് എത്തുന്നത് നമുക്കൊന്ന് കാണാം. ഇവിടെ വൈറ്റിൻ്റെ നീക്കം ഈ ഒരു പോണ് ഡബിൾ പുഷ് ചെയ്തുകൊണ്ടാണ് എന്നിരിക്കട്ടെ. ബ്ലാക്ക് ഇവിടെ ഈ ഒരു പോണിനെ സിംഗിൾ പുഷ് ചെയ്തുകൊണ്ട് നടത്തി. അടുത്ത വീണ്ടും വൈറ്റിൻ്റെ നീക്കമാണ് ഈ ഒരു പോണിനെ ഡബിൾ പുഷ് ചെയ്തുകൊണ്ട് അടുത്ത നീക്കം നടത്തിയിരിക്കുകയാണ് വൈറ്റ്. ബ്ലാക്കിൻ്റെ രണ്ടാമത്തെ നീക്കം ഈ ക്യൂണിനെ ഈ ഒരു സ്ക്വയറിലേക്ക് വെച്ചുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തിട്ടാണ് എങ്കിൽ വളരെ വേഗം വെറും 2 നീക്കങ്ങൾ കൊണ്ട് ബ്ലാക്കിന് ജയിക്കാനായിട്ട് സാധിച്ചു. കാര്യം ഈ ചെക്കിന് ഈ ഒരു 2 സ്ക്വയേഴ്സ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല? ഒരു പീസ് കൊണ്ടും വൈറ്റിന് സാധിക്കില്ല എന്നുള്ളതാണ്. കിങ്ങിനെ മാറാനായിട്ട് ഈ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, പക്ഷേ അവിടെ നമുക്കൊരിക്കലും മാറാനായിട്ട് സാധിക്കില്ല. അവിടെ ക്യൂണിൻ്റെ കൺട്രോൾ ഉള്ളതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ നമുക്കുണ്ട്. എന്താണ്? ക്യൂണിനെ വെട്ടിമാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഒരു പീസ് കൊണ്ടും വൈറ്റിന് ക്യൂണിനെ വെട്ടിമാറ്റാനായിട്ട് ഇപ്പോൾ ഈ നിലവിൽ സാധിക്കാത്തത് കൊണ്ട് ഈ കളി 2 നീക്കങ്ങൾ കൊണ്ട് ബ്ലാക്ക് ജയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നൊട്ടേഷൻസ് നോക്കാം. എന്താണ് നൊട്ടേഷൻസ്? എങ്ങനെയാണ് ഓരോ മൂവ്മെൻറ്റുകളെയും നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? എല്ലാ പീസുകളുടെയും പേരുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാ സ്ക്വയേഴ്സിൻ്റെ പേരുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം പീസിൻ്റെ പേര് എന്താണോ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ എഴുതുക. അതിനുശേഷം ആ പീസിനെ ഏത് സ്ക്വയറിലേക്കാണോ കളിക്കുന്നത് ആ സ്ക്വയറിൻ്റെ പേരും എഴുതുക. അങ്ങനെയാണ് നൊട്ടേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു നൈറ്റിനെ നമ്മൾ ഈ ഒരു സ്ക്വയറിലേക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ശരിക്കും നമ്മൾ എഴുതുമ്പോൾ കെയിലാണ് തുടങ്ങുന്നത്. പക്ഷേ ചെസ്സിൽ നൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നൈറ്റിന് N എന്ന് പറയുന്ന അക്ഷരമാണ് കൊടുക്കുന്നത്. അപ്പോൾ N ആദ്യം എഴുതുക, ഏത് സ്ക്വയറിലേക്കാണോ കളിച്ചത് ആ സ്ക്വയറിൻ്റെ പേര് എഴുതുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ സ്ക്വയർ ഏതാണ്? F3 എന്ന് പറയുന്ന സ്ക്വയറാണ്. ഇതാണ് ഫയല്, റാങ്ക് 3 ആണ്. അപ്പോൾ F3 എന്ന് പറയുന്ന സ്ക്വയറിലേക്കാണ് നൈറ്റിനെ കളിച്ചത്. അപ്പോൾ ഏത് സ്ക്വയറിൽ നിന്നാണോ നൈറ്റിനെ എടുത്തത് എന്നുള്ളത് ഇവിടെ വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷേ നമ്മൾ വെക്കുന്ന സ്ക്വയർ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. അപ്പോൾ NF3 ഇതാണ് ഈ മൂവിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂവിന് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? NC3 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഈ ബിഷപ്പിനെ ഈ ഒരു സ്ക്വയറിലേക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ BE5 അങ്ങനെ പറയണം. BE അതായത് ആ സ്ക്വയറിൻ്റെ പേരാണ് കേട്ടോ.
E5 എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ പേരാണ് E5. അപ്പോൾ BE5, ബിഷപ്പ് E5 എന്ന് നമുക്ക് പറയാം. എഴുതുമ്പോൾ നൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് BE5 എന്ന് എഴുതും. പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ബിഷപ്പ് E5 എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്യൂണ് ഇവിടെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ബ്ലാക്കിൻ്റെ ക്യൂൺ അവിടെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. ഈ ഒരു ക്യൂണിനെ നമ്മളിപ്പോൾ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ക്യൂൺ B5 എന്ന് ഉള്ളൊരു മൂവാണ് ബ്ലാക്ക് കളിച്ചതെന്നുണ്ടെങ്കിൽ B5 ഏതാണ്? ഈ ഒരു സ്ക്വയറാണ് B5 എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂൺ B5 എന്ന് പറയുന്നത് ക്യൂണിനെ ഈ സ്ക്വയറിലേക്ക് കളിക്കുന്നതിനാണ് നമ്മളിത് പറയുന്നത് ക്യൂൺ B5 എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂണ് വെച്ച് കളിക്കുമ്പോൾ Q എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് പറയുന്നു. നൈറ്റ് ആണെങ്കിൽ N ആണ് പറയുന്നത്, ബിഷപ്പ് ആണെങ്കിൽ B എന്ന് പറയുന്നു, റൂക്ക് ആണെങ്കിൽ R എന്ന് പറയുന്നു, അതുപോലെ കിങ് ആണെങ്കിൽ K എന്ന് പറയുന്നു, പോണാണെങ്കിൽ P എന്ന് പറയുന്നു. പക്ഷേ പോണിൻ്റെ നീക്കം നമ്മൾ നടത്തുമ്പോൾ P എന്ന് പറയാറില്ല. അപ്പോൾ ആൽഫബറ്റ്സ് ഒന്നും പറയാതെ ഒരു സ്ക്വയറിൻ്റെ പേര് മാത്രമാണ് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കളിച്ചത് പോണാണ് എന്ന് നമ്മൾ കരുതിക്കൊള്ളുക. ഇവിടെ നമുക്ക് ഈ ഒരു പോണിനെ ഇങ്ങോട്ടേക്ക് കളിക്കുന്നു. ഈ ഒരു മൂവിനെ നമ്മൾ ശരിക്കും നമ്മൾ പറഞ്ഞത് പ്രകാരം, നമ്മൾ പഠിക്കുന്നത് പ്രകാരം PH4 എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ H4 എന്ന് മാത്രം പറയുക. പോണിൻ്റെ കാര്യത്തിൽ മാത്രം ആൽഫബറ്റ്സ് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ H4 എന്ന് പറയുന്ന മൂവ് ഏതാണ്? ഇവിടെ ഇരിക്കുന്ന പോണിനെ ഇങ്ങോട്ടേക്ക് കളിച്ചാലും H4 ആണ്. അതുപോലെ ഈ പോൺ ഇവിടെ ഇരിക്കുകയാണെങ്കിലും H4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്. അതുപോലെ ഈ പോൺ ഇവിടെയുണ്ട്, ബ്ലാക്കിൻ്റെ നീക്കമാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ H4 എന്ന് പറയുന്നത് ഈ ഒരു പോണിനെ ഇങ്ങോട്ടേക്ക് കളിക്കുന്നതാണ്. ബ്ലാക്കിൻ്റെ നീക്കമാണ് എങ്കിൽ H4 എന്താണ്? ആ നീക്കമാണ്. അതല്ല വൈറ്റിൻ്റെ നീക്കമാണെങ്കിൽ H4 എന്ന് പറയുന്നത് ഈ ഒരു പോൺ നീക്കമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ. അപ്പോൾ ആദ്യം വൈറ്റ് കളിക്കുന്ന ആൾ കളിക്കുന്നു, അത് എഴുതി വെക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് കളിക്കുന്നു, ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ എന്ത് ചെയ്യുന്നു? ആ നൊട്ടേഷൻ എഴുതുന്നു. അതുപോലെ തന്നെ ഒരു മൂവ് നടത്തിയിട്ട് ക്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലോക്ക് പ്രസ് ചെയ്യുക, അതിനുശേഷം എഴുതുക. ടൂർണമെൻറ്റുകളിൽ എഴുതി കളിക്കാത്ത ചെറിയ ചെറിയ ടൂർണമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ നൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കളി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെ പേരും കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കളി. ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ മൂവ്മെൻറ്റ്സിൻ്റെ ഇതുപോലുള്ള നൊട്ടേഷൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ എന്താണ് കളിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് കളിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് നൊട്ടേഷൻ. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പല ചെക്കുകളും പല രീതികളും നമ്മൾ നോക്കി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കിങ്ങിന് അഗെയിൻസ്റ്റ് ഒരു ചെക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മൂവ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ചെക്ക് കൊടുത്തു, അവർ ആ ചെക്ക് ഒഴിവാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മൂവ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ആ ഗെയിമിനെ വഴിതിരിച്ചു വിടാനായിട്ടും എതിരാളിക്കൊരു പ്രഷർ കൊടുക്കാനായിട്ടും ഒരു സ്ട്രൈക്കർ മൂവ് പോലെ നമുക്ക് കളിയിലൊരു മുൻഗണന ഏറ്റെടുക്കാനൊക്കെ ആയിട്ട് ചെക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നമ്മൾ യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗെയിമാണ് ചെസ്സ്. അപ്പോൾ പണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സ്വീകരിക്കാറുണ്ടായിരുന്നു, രാജാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ അതുപോലൊരു നീക്കമാണ് നമ്മളിതിൽ നോക്കുന്നത്. കാസിലിംഗ് എന്നാണ് ആ നീക്കത്തിൻ്റെ പേര്. കിങ്ങിനെയും റൂക്കിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാസിലിംഗ് നടത്തുന്നത്. അപ്പോൾ എന്താണ് കാസിലിംഗ്, എങ്ങനെയാണത് ചെയ്യുന്നത്? മലയാളത്തിൽ കോട്ട കെട്ടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കോട്ട കെട്ടുക എന്ന് പറയുന്നത് കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, റൂക്കിനെ ആക്റ്റീവായിട്ടുള്ളൊരു ഫയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയാണ് കാസിലിംഗ് നമ്മൾ നടത്തുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നമുക്ക് നോക്കാനായിട്ടുണ്ട്. ചെസ് ബോർഡിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മളൊരു കാര്യം അന്ന് പറഞ്ഞിരുന്നു. സെൻറ്ററിൽ ചെസ് ബോർഡിൽ ഫയൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഒരു ഫയൽ എന്ന് പറയാനായിട്ട് പറ്റില്ല. സെൻറ്ററിലൂടെ ഒരു ലൈനാണുള്ളത്. അതിൻ്റെ ഈ ഒരു വശത്തേക്ക് 4 ഫയലുകളും ഈ ഒരു വശത്തേക്ക് 4 ഫയലുകളാണുള്ളത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് വൈറ്റ് കളിക്കുന്ന ആളിൻ്റെ കിങ്ങിൻ്റെ വലത് ഭാഗത്തേക്ക് 3 സ്ക്വയേഴ്സാണുള്ളത്. അപ്പോൾ വലത് ഭാഗത്തേക്ക് 3 സ്ക്വയേഴ്സ് ഉണ്ട്. ആർക്ക്? വൈറ്റ് കിങ്ങിന്. പക്ഷേ ബ്ലാക്ക് കിങ്ങിന് വലത് വശത്തേക്ക്
4 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് കിങ് സൈഡ് ക്യൂൺ സൈഡ് അങ്ങനെ പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ട് എളുപ്പം. അപ്പോൾ കിങ് ഇരിക്കുന്നത് ചെസ് ബോർഡിൻ്റെ വലതുവശത്താണ്. അത് ആരെ സംബന്ധിച്ചിടത്തോളമാണ്? വൈറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം കിങ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കിങ് ഇരിക്കുന്ന ഈ ഒരു വശത്തിനെ നമുക്ക് കിങ് സൈഡ് എന്ന് വിളിക്കാം. ചെസ് ബോർഡിൻ്റെ ഈ ഒരു വശത്തിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു 4 ഫയൽസിനെ കിങ് സൈഡ് എന്നും ഇപ്പുറത്തേക്ക് വരുന്ന 4 ഫയൽസിനെ നമുക്ക് ക്യൂൺ സൈഡ് എന്നും വിളിക്കാനായിട്ട് സാധിക്കും. കാര്യം അവിടെയാണല്ലോ ക്യൂൺ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈഡിനെ ക്യൂൺ സൈഡ് എന്ന് വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാസിലിംഗ് എന്ന് പറയുന്നത് കിങ്ങിനെയും റൂക്കിനെയും ഉപയോഗിച്ചിട്ടുള്ള ഒരു നീക്കത്തിനെയാണ് കാസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 റൂക്കുകളെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കാസിൽ ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്കിൻ്റെ കാസിലിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതേപോലെ തന്നെയാണ് വൈറ്റിനും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെയുള്ള പീസുകളെയൊക്കെ അത്തരത്തിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കിങ് വശങ്ങളിലായിട്ട് 2 റൂക്കുകൾ ഇരിപ്പുണ്ട്. ഈ 2 റൂക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാസിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വശത്തേക്ക് കാസിൽ ചെയ്യുന്നതിനെ കിങ് സൈഡ് കാസിലിംഗ് എന്ന് പറയുന്നു. ഈ വശത്തേക്ക് കാസിൽ ചെയ്യുന്നതിനെ ക്യൂൺ സൈഡ് കാസിലിംഗ് എന്ന് പറയുന്നു. ഇത് ക്യൂൺ സൈഡ് ആണല്ലോ, സോ ക്യൂൺ സൈഡ് കാസിലിംഗ് എന്ന് പറയുക. ഇപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിങ് സൈഡ് കാസിലിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഷോർട്ട് സൈഡ് കാസിലിംഗ് എന്ന് ഇവിടെ പറയാം. കാര്യം ഇവിടെ ചെറിയ സ്ഥലമാണല്ലോ, ഇപ്പുറത്തേക്ക് സ്ക്വയേഴ്സ് കൂടുതലാണല്ലോ. ലോങ് സൈഡ് കാസിലിംഗ് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുന്നത്? കിങ് സൈഡ് കാസിലിംഗ്, ക്യൂൺ സൈഡ് കാസിലിംഗ്. ഇതിൻ്റെ നിബന്ധനകൾ, കിങ്ങിനെ ആദ്യം, ഇപ്പോൾ കിങ് ഇരിക്കുന്നത് വൈറ്റ് സ്ക്വയറിലാണ്, ശ്രദ്ധിക്കുക. കിങ് എപ്പോഴും ഇരിക്കുന്നത് ഓപ്പോസിറ്റ് കളറിലായിരിക്കും ചെസ്സുകളിൽ തുടങ്ങുമ്പോൾ. അപ്പോൾ ബ്ലാക്ക് കിങ് ഇരിക്കുന്നത് ലൈറ്റ് സ്ക്വയറിലാണ്. അപ്പോൾ ഈ വശത്തേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്ക്വയറിലേക്ക് തന്നെ നമ്മൾ മാറ്റി കൊടുക്കുക. ആദ്യം കിങ്ങിനെ മാറ്റുക, അതിന് ശേഷം മാത്രം നമ്മൾ റൂക്കിനെ മാറ്റുക. റൂക്ക് ജമ്പ് ചെയ്തുകൊണ്ട് കിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കാസിൽ ചെയ്യുന്നത്. ഓക്കെ, അതൊന്നുകൂടി ഞാനൊന്ന് പറയാം. ആദ്യം തന്നെ ബ്ലാക്ക് കിങ് ആയതുകൊണ്ട് ലൈറ്റ് സ്കോറിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ബ്ലാക്ക് കിങ്ങിനെ ലൈറ്റ് സ്കോറിലേക്ക് തന്നെയാണ് കാസിൽ ചെയ്യേണ്ടത്. അപ്പോൾ കിങ് സൈഡ് കാസിലിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ഒരു കിങ്ങിനെ ആദ്യം ഈ ഒരു സ്ക്വയറിലേക്ക് കളിക്കുക, ലൈറ്റ് സ്ക്വയറിലേക്ക് കളിക്കുക. റൂക്ക് ഒന്ന് ജമ്പ് ചെയ്ത് കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ. അതിനാണ് നമ്മൾ കിങ് സൈഡ് കാസിലിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കിങ്ങിനെ ക്യൂൺ സൈഡ് കാസിലിംഗാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റ് സ്ക്വയറിലേക്ക് കിങ്ങിനെ കളിക്കുക. ബ്ലാക്ക് കിങ് ആയതുകൊണ്ട് ലൈറ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. ആ കിങ്ങിനെ ലൈറ്റ് സ്ക്വയറിൽ തന്നെ കളിക്കുക. ഈ റൂക്ക് ജമ്പ് ചെയ്തുകൊണ്ട് ഈ ബ്ലാക്ക് സ്ക്വയറിലേക്ക് വരും. ഇങ്ങനെയാണ് ക്യൂൺ സൈഡ് കാസിലിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കളിയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് നടത്താൻ പറ്റൂ. ഇത് നടത്തുമ്പോൾ ശരിക്കും കിങ് പ്രൊട്ടക്ഷൻ നമുക്ക് കുറച്ചുകൂടി ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ കിങ് സൈഡ് കാസിലിംഗ് നോക്കിയേ. അപ്പോൾ ഈ കിങ്ങിന് ഈ ഒരു 3 പോണിൻ്റെ പ്രൊട്ടക്ഷൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴിയുള്ള ചെക്കുകളൊക്കെ തടയാനായിട്ട് കിങ്ങിന് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ ഫയലിലേക്ക് ഈ റൂക്കിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കളിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ സൈഡ് ഫയലിൽ നിന്നും റൂക്ക് ഒന്നുകൂടി സെൻട്രൽ ഫയലുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്റ്റീവ് സ്ക്വയറിലേക്ക് റൂക്കിന് വരാനായിട്ട് സാധിക്കും. ഈ 2 റൂക്കുകൾ തമ്മിൽ കണക്റ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പരസ്പരം ഒരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കാസിലിങ്ങിന്. കാസിലിംഗ് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കിങ് ചെക്കിൽ നിൽക്കുമ്പോൾ കാസിൽ ചെയ്യാൻ പാടില്ല. അതായത് ബിഷപ്പ് ഈ ഒരു സ്ക്വയറിൽ കിങ്ങിന് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ പോണ് വെച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഈ ഒരു ചെക്കിൽ നിൽക്കുന്ന സമയത്ത് കാസിലിംഗ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല? ബ്ലാക്കിന് സാധിക്കില്ല. കാസിലിംഗ് റൈറ്റ് ഇല്ല ബ്ലാക്കിന് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാസിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കാസിലിംഗ് നടത്തുന്നതിന് മുൻപായിട്ട് കിങ് നീക്കം നടത്തിയിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ബിഷപ്പിന് ഇതായി ഇവിടെ ഈ സ്ക്വയറിൽ വെച്ചിട്ട് കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ഈ കിങ് ഈ ബ്ലാക്കിലേക്ക് മാറിയെന്നിരിക്കട്ടെ. അതിനുശേഷം ഈ ബിഷപ്പിനെ വീണ്ടും നമ്മൾ ഈ സ്ക്വയറിലേക്ക് കളിക്കുന്നു. അവർ വീണ്ടും ബ്ലാക്കിനെ ഈ ഒരു വൈറ്റ് സ്ക്വയറിലേക്ക് കളിക്കുന്നു. ഇപ്പം കിങ് പ്രീവിയസ് പൊസിഷനിൽ എങ്ങനെയാണോ ഇരുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ കിങ് ഇരിക്കുന്നത് അല്ലേ. അതിനുശേഷം വൈറ്റ് ഇവിടെ ഒരു പോൺ പുഷ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടത്തിയെന്നിരിക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ ബ്ലാക്കിന് കാസിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഈ ഗെയിമിൽ
ഒരു പ്രാവശ്യം കിങ് അനങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിങ് മുമ്പ് നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കിങ് ചെക്കിൽ നിൽക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല, കിങ് മുൻപ് നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അടുത്ത മൂന്നാമത്തെ കാര്യം, ഏത് റൂക്കിനെ ഉപയോഗിച്ചിട്ടാണോ കിങ് ക്യാൻസൽ ചെയ്യുന്നത് ആ റൂക്ക് മുൻപ് നീക്കം നടത്തിയിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു റൂക്ക് ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് കളിച്ചു, അല്ലെങ്കിൽ ബ്ലാക്ക് ആ റൂക്കിനെ ആ ഒരു ബ്ലാക്ക് സ്ക്വയറിലേക്ക് കളിച്ചു, ഡാർക്ക് സ്ക്വയറിലേക്ക് കളിച്ചു. അതിനുശേഷം വീണ്ടും അവർ ആ റൂക്കിനെ ആ ഒരു സ്ക്വയറിലേക്ക് തിരിച്ച് കളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ക്യൂൺ സൈഡ് കാസിലിംഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഈ ഒരു റൂക്ക് ഇതിന് മുൻപ് അനങ്ങിയിട്ടുണ്ട് ഗെയിമിൽ. സോ അതുകൊണ്ട് ക്യൂൺ സൈഡ് കാസിലിംഗ് പറ്റില്ല. പക്ഷേ അവർക്ക് കിങ് സൈഡ് കാസിൽ ചെയ്യാൻ പറ്റും. കാര്യം ഈ റൂക്ക് അനങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഏത് റൂക്കിനെ ഉപയോഗിച്ചിട്ടാണോ ക്യാൻസൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ റൂക്ക് മുൻപ് നീക്കം നടത്തിയിരിക്കാൻ പാടില്ല. അപ്പോൾ 3 കാര്യങ്ങളായിട്ടുണ്ട്. ഇനി 4ാമത്തെ കാര്യം, കിങ് കടന്നു പോകുന്ന ചതുരങ്ങളിൽ ഓപ്പണൻറ്റിൻ്റെ പീസിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കിങ് കടന്നു പോകുന്ന ചതുരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു സ്ക്വയറാണ് കിങ് ജമ്പ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്ക്വയറിൽ വൈറ്റിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കാൻ പാടില്ല, ഒരു പീസിൻ്റെയും കൺട്രോൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഈ ഒരു നൈറ്റ് ഇവിടെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്വയർ ജമ്പ് ചെയ്യുന്ന സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം കേട്ടോ. ആ ഒരു സ്ക്വയറിൽ നമ്മളെ വൈറ്റിൻ്റെ പീസിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാൻസൽ ചെയ്യാൻ പാടില്ല. ആ സ്ക്വയർ ജമ്പ് ചെയ്ത് പോകുന്നത് നൈറ്റിൻ്റെ കൺട്രോളുള്ള സ്ക്വയറിനെയാണ് ജമ്പ് ചെയ്യുന്നത്. സോ അവിടെ കാൻസൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നൈറ്റ് ഇവിടെ അല്ല ഇരിക്കുന്നത്, ഈ ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് സൈഡ് കാസിലിംഗ് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം ഇവിടെ ഈ ഡയഗണലിൽ ബിഷപ്പിൻ്റെ കൺട്രോളുണ്ട്. അതുപോലെ തന്നെ ക്യൂൺ സൈഡ് കാസിലിംഗ് ആണ് നടത്തണമെന്നുണ്ടെങ്കിലും ഏത് സ്ക്വയറാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്? അപ്പോൾ ഈ സ്ക്വയറാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. ഈ സ്ക്വയറിൽ ഓപ്പണൻ്റെ പീസിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഈ ഒരു ക്യൂണ് ഇവിടെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ക്യൂൺ സൈഡ് കാസിലിംഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2 സൈഡിലേക്കും കാസിൽ ചെയ്യാൻ പാടില്ല. കാര്യം ഇവിടെ ബിഷപ്പുണ്ട്, ഇവിടെ ക്യൂണുണ്ട് അല്ലേ. അപ്പോൾ ജമ്പ് ചെയ്ത് പോകുന്ന കിങ് കടന്നു പോകുന്ന ചതുരങ്ങളിൽ ഓപ്പണൻറ്റിൻ്റെ പീസ്, അതായത് എതിരാളിയുടെ പീസിൻ്റെ കാലുണ്ടായിരിക്കാൻ പാടില്ല, കൺട്രോൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം റൂക്കിനാണെങ്കിൽ കടന്നു പോരാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ കാസിലിംഗ് ഇങ്ങനെ നടത്തുമ്പോൾ റൂക്ക് ഈ ഒരു സ്ക്വയർ ജമ്പ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. അവിടെ നമ്മളെ ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പൊസിഷനിൽ കാസിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പൊസിഷൻ നോക്കിയേ, ഇവിടെ കാസിലിംഗ് ക്യൂൺ സൈഡ് കാസിലിംഗ് നടത്താനായിട്ട് സാധിക്കും. കാര്യം കിങ് കടന്നു പോകുന്ന ചതുരം ഈ ഒരു സ്ക്വയറാണ് അല്ലേ. അവിടെ ഓപ്പണൻ്റെ പീസിൻ്റെ കാലൊന്നുമില്ല. അതുപോലെ തന്നെ റൂക്ക് കടന്നു പോകുന്ന സ്ക്വയറിൽ നമ്മുടെ ബിഷപ്പിൻ്റെ കൺട്രോളുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ അതാണ് 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ ബേസിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, കിങ്ങിനും റൂക്കിനും ഇടയിൽ, ഏത് റൂക്കിനെ ഉപയോഗിച്ചിട്ടാണോ കാസിൽ ചെയ്യുന്നത് ആ റൂക്കിനും കിങ്ങിനും ഇടയിൽ സ്വപക്ഷത്തിലെയോ എതിർപക്ഷത്തിലെയോ പീസുകളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. എംറ്റി ആയിരിക്കണം സ്ക്വയേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാസിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ക്യാൻസൽ ചെയ്യാൻ പാടില്ലാത്ത 5 സാഹചര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, ക്യാൻസൽ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ചെസ്സിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി, അത് ഏതൊക്കെയാണെന്നും അത് വ്യക്തമായിട്ട് എങ്ങനെയൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. കളിയിലെ ആദ്യത്തെ നീക്കങ്ങളിൽ, ആദ്യത്തെ ഒരു 10-15 നീക്കങ്ങൾക്കുള്ളിൽ സാധാരണ ഗെയിമിൽ കാസിലിംഗ് നടന്ന് കാണാറുണ്ട്. കിങ് സൈഡ് കാസിലിംഗ് ആണ് കൂടുതൽ നടന്ന് കാണാറുള്ളത്. ക്യൂൺ സൈഡ് കാസിലിംഗും നടക്കാറുണ്ട്, പക്ഷേ കൂടുതലായിട്ടും കിങ് സൈഡ് കാസിലിംഗ് ആണ് പ്ലെയേഴ്സ് കളിച്ച് കാണാറുള്ളത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചെസ്സ് കളി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ കരുതിയതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം ഈ വീഡിയോസൊക്കെ ഒരു ആവശ്യക്കാരൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ചെസ്സ് കളി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു നല്ല വീഡിയോയുമായിട്ട് തന്നെ ഉടൻ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. സൈനിങ് ഓഫ് നിഷാദ് BS. താങ്ക് യു സോ മച്ച്.